നമ്മളിപ്പോൾ ഒരേ മീൻ തന്നെ പല പേരിൽ ഒക്കെയാണല്ലോ അറിയാം പല ഭാഗത്ത്. അപ്പോൾ ഒരു മീൻ തന്നെ പലതരത്തിലുള്ള, അതായത് ഇപ്പോൾ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും പലതരത്തിലൊക്കെ അറിയുന്ന അങ്ങനത്തെ മീൻ. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള മീനുകളാണ്. അപ്പൊ നമ്മൾ ഇന്നിപ്പോ എന്താണെന്ന് വെച്ചാല് കടുക തന്നെ ഒരു പലതരത്തിലുള്ള കടുകളുണ്ട്. ഇപ്പോൾ സാധാരണ ഒരു കടുക, വട്ടക്കടുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാണാം മാർക്കറ്റിൽ. അപ്പൊ ഇത് ഉണ്ടക്കടുകയാണ്. അതാണ് ഇപ്പൊ ഇന്നെടുക്കുന്ന മീൻ. ഇത് എനിക്ക് തോന്നുന്നത് ഞാൻ ഇതുവരെയായിട്ട് ഞാൻ വാങ്ങിയിട്ടില്ല തോന്നുന്നുണ്ട്. അങ്ങനെയാണ്, ഒരു ഓർമ്മയിലൊന്നും ഇല്ല അങ്ങനെ കണ്ടത് ഉണ്ടക്കടുക. അപ്പൊ നമുക്ക് ഇന്ന് അതാണ് കറി വെക്കാൻ. പിന്നെ മീൻ കറിക്ക് ഏറ്റവും പറ്റിയതാണ് നമ്മൾ കപ്പ പുഴുങ്ങിയത്. ഉണ്ടക്കടുക നല്ല വഴറ്റിയൊക്കെ മുളകിട്ടത്, പിന്നെ കപ്പ. അതാണ് ഇപ്പൊ ഇന്ന് ഊണ്, ഉച്ചയ്ക്ക് ഊണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മൾ വ്യൂസ് ഉത്തരാദിൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് ഇപ്പം നമ്മൾ വാങ്ങിക്കുന്ന മീൻ ഉണ്ടക്കടുക. പിന്നെ കടയിൽ തന്നെയൊക്കെ നമ്മൾ നന്നാക്കി അവർ തന്നെയൊക്കെ ക്ലീൻ ചെയ്ത് നമ്മളിതാ അങ്ങനെ കഷ്ണാക്കി ഒക്കെ കൊണ്ടുവന്നാണ്. പിന്നെ ഇവിടെ നിന്ന് കഴുകിയൊക്കെ എടുത്തു. ഉണ്ടോ, നല്ല കഴമ്പുള്ള കഷ്ണമാണ്. പിന്നെ മറ്റു ചേരുവകളും ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ഇന്നത്തെ നമ്മളെ മീൻ ഇതൊരു വെറൈറ്റി, നമ്മൾ ഉണ്ടക്കടുകയാണ്. ഇപ്പോൾ ഉണ്ടക്കടുക എന്നത് ഈ മീനിൻ്റെ പേര്. നമ്മൾ കടുക തന്നെ പലതരത്തിലുണ്ടല്ലോ, വട്ടക്കടുക അങ്ങനെ. അപ്പോൾ ഇത് കുറച്ച് അതുപോലത്തെ ഒരു മീൻ തന്നെയാണ്, ഈ ഭാഗത്തൊക്കെ അങ്ങനെയാണ് പറയുക. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ 2 വാങ്ങിയതാണ്. ഞാൻ 2 വാങ്ങി, പിന്നെ അവിടെ തന്നെയൊക്കെ മുറിച്ച് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നാണ്. അപ്പോൾ അതാണ് ഇപ്പം നമ്മൾ കറി വയ്ക്കുന്നത്. ഇന്ന് വറക്കുന്നില്ല, ഇത് വറക്കാൻ പറ്റിയ മീനാണ്. അപ്പോൾ നമ്മൾ എന്നാലും കറിയാണ് വയ്ക്കുന്നത്. ഏതായാലും കറി ഉണ്ടാക്കി തുടങ്ങാം. ഇനിയിപ്പോൾ നമ്മൾ ചെറിയ ഉള്ളിന്ന് അതും ചേർത്തിട്ടാണ് വഴറ്റുന്നത്. കൂടുതൽ ഞങ്ങൾ വലിയ ഉള്ളിയാണ് എടുക്കൽ. ഇന്ന് ചെറിയ ഉള്ളി കൂടി ചേർത്തിട്ടാണ്. ചെറിയ ഉള്ളി വഴറ്റി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കറിക്കൊക്കെ. അപ്പോൾ പിന്നെ വലിയുള്ളി ഉണ്ട്, രണ്ടും എടുക്കുന്നത്. ഞങ്ങൾ ഇത് വെച്ചാൽ വഴറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ അതൊന്ന് കഴുകി വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഉണ്ട്, തക്കാളിയൊക്കെ അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ അത് ഒന്ന് ചെറുതാക്കിയൊക്കെ ഒന്ന് നുറുക്കണം. ചെറുതാക്കി ചെറിയ ഉള്ളി അതെ ഒന്ന് ഇങ്ങനെ മുറിച്ചിടാം ചെറുതാക്കി. പിന്നെ പച്ചമുളക്, പിന്നെ ഇപ്പോൾ നമുക്ക് തക്കാളി, ഇനിയിപ്പോൾ നമ്മളിതാ അതിലേക്ക് പുളിയൊക്കെ പിഴിഞ്ഞ് പാരുകയാണ്. ഈ ഒരു ചട്ടി തന്നെ വെക്കുകയാണ്. പിന്നെ നമ്മൾ കറി വയ്ക്കുമ്പോൾ വേറെ പാത്രത്തിലാണ് വെക്കുന്നത്. 2 പ്രാവശ്യം പുളി പിഴിഞ്ഞ് പാരുന്നുണ്ട്. പുളിയിൽ ഇട്ട് വയ്ക്കാം. ഇന്ന് കറി മാത്രമാണ്, ഇന്ന് വറക്കുന്നില്ല. വറക്കാൻ പറ്റിയ മീനാണിത്. ഇനിയിപ്പോൾ നമുക്ക് വഴറ്റാണ് വേണ്ടത്. അതിന് പാത്രമൊക്കെ വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഉള്ളി പച്ചമുളക് കൂടി മുളകിടുമ്പോൾ ഇങ്ങനെ വഴറ്റിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇത് നല്ലത് ഇങ്ങനെ കഷ്ണം മീൻ രസമാണ് ഇങ്ങനെ മുളകിട്ടാൽ. തേങ്ങ അരച്ചോ അല്ലെങ്കിൽ തേങ്ങ അരച്ചിട്ട് തേങ്ങയും നമ്മൾ മല്ലി മസാല അരച്ചിട്ട് ഒക്കെ വയ്ക്കാം. പക്ഷേ മുളകിട്ടാൽ നല്ല രസമാണിത്. തക്കാളി ഒക്കെ ഒന്ന് ചേർത്ത് വഴറ്റാം. പിന്നെ നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഈ 2 പൊടിയല്ലേ വേണ്ടൂ. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ചേർക്കാം. നമ്മൾ ആ പുളി ഇട്ട് വെച്ച മീൻ കഷ്ണങ്ങൾ ഉപ്പും ചേർത്ത് കൊടുക്കാം. ലേശം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം നല്ലപോലെ വെന്ത് ഉണ്ടോ, വെള്ളമൊക്കെ നല്ലപോലെ ഉണ്ട്. അത്യാവശ്യം കുറുകിയിട്ട് തന്നെ വന്നു, അപ്പോൾ വറ്റി വന്നിട്ടുണ്ട്, വെന്തിട്ടുമുണ്ട്. കഷ്ണങ്ങളൊക്കെ റെഡിയായി. പിന്നെ ഇപ്പോൾ നമ്മൾ കറിവേപ്പില അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ അത് കഴിഞ്ഞു. അപ്പോൾ മീൻ കറി ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഒരു ചെറിയൊരു, അതായത് മീനിലേക്ക്, അതായത് ഈ മീൻ മുളകിട്ടേക്കൊക്കെ പറ്റിയതാണ് കപ്പ.
കപ്പ നമ്മൾ പുഴുങ്ങുക ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂടെ തന്നെ കപ്പ പുഴുങ്ങിയതുകൊണ്ട്, കപ്പ പുഴുങ്ങിയത് മീൻ കറി കൂടി ആകുമ്പോൾ നല്ല രസമാണ്. അപ്പം ഈ കപ്പ ഒരു കിഴങ്ങ് അതൊന്ന് പുഴുങ്ങട്ടെ. അതാ നമ്മൾ ഒരൊറ്റ കിഴങ്ങ് കപ്പ ഞങ്ങൾക്കിത് മതി. ഇപ്പോൾ ഇങ്ങനെ വരുന്നതൊക്കെ അത്യാവശ്യം നല്ല വേവുന്നതന്നെയാണ്, നല്ല വേവുള്ള വെന്ത് അലിയണ കപ്പയാണ്. അപ്പോൾ അതാണിത് വാങ്ങിയത്. കപ്പ മീൻകറി ആണ് നല്ല ഒരു ഉഗ്രൻ കോമ്പിനേഷൻ. ഇതിലൊക്കെ കഴുകിയിട്ടുണ്ട്, തോലൊക്കെ പൊളിച്ച് കഴുകി ഇനി ഒരു പകുതിയാക്കാം. പിന്നെ എളുപ്പം വേവും. നമുക്ക് ഈ പാത്രത്തിലിട്ട് ഇനി ഇത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ നല്ലപോലെ നല്ല വേവണ കപ്പയാണ്. ഇനി നമുക്ക് വെള്ളം ഒക്കെ ഊറ്റി ഇതാ കപ്പ മാത്രം എടുക്കാം. അപ്പോൾ നമ്മൾ കപ്പ മീൻ കറി അപ്പോൾ രണ്ടും ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് ഊണ് കഴിക്കാം, സമയമായി. അപ്പോൾ ഇതാ ഊണ് കഴിക്കായി. അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. പിന്നെ ഇതാ നമ്മളെ മീൻ കറി നല്ല കുറുകി വറ്റി തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ കഴിക്കാൻ നേരമൊക്കെ ആയപ്പോഴേക്ക്. പിന്നെ കപ്പ, പിന്നെ പപ്പടം കാച്ചിയത്, അങ്ങനെ തന്നെയാണ് ഇന്നിപ്പോൾ അതാണ്. കപ്പയും മീനും മാത്രം തന്നെ മതി ശരിക്കും. അതിപ്പോൾ ഊണിന് ഞങ്ങൾ പിന്നെ ഇന്ന് അങ്ങനെ ഉണ്ട്, വേറെ തോരനൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്താണ്. അല്ലെങ്കിൽ 4 മണിക്കൊക്കെ കഴിക്കാൻ രസമാണ്, രാത്രിയൊക്കെ പറ്റും. മീൻ നല്ല മീനാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.